അത് എവിടെ പോയി, ഏതൊക്കെ പോക്കറ്റിൽ പോയി, അത് ഞങ്ങൾ അന്വേഷിക്കും. വിജിലൻസിനെ കൊണ്ട് വേണമെങ്കിൽ വിജിലൻസ്, ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് വേണമെങ്കിൽ ക്രൈംബ്രാഞ്ച്, ആരെ കൊണ്ട് വേണമെങ്കിലും അത് അന്വേഷിച്ച്, ജനങ്ങളുടെ പണമാണ്, അത് ഒരുത്തന്റെയും പോക്കറ്റിലേക്ക് പോകാൻ അനുവദിക്കില്ല. പെരിന്തൽമണ്ണ നഗരസഭ ഭരണം UDF പിടിച്ചിരിക്കുന്നു. വെറും പിടിക്കലല്ല, 21 വാർഡുകളിൽ ജയിച്ച് ചരിത്ര വിജയം നേടിയാണ് 3 പതിറ്റാണ്ട് LDF കോട്ടയാക്കി വെച്ച പെരിന്തൽമണ്ണ നഗരസഭ ചുവപ്പ് മാഞ്ഞു എന്ന് തന്നെ അവർ പറയുന്ന പോലെ ചുവപ്പ് മായ്ച്ച് ഭരണം പിടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ നേരത്തെ പല സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നത് ജനം തീരുമാനിക്കുമെന്നാണ്. ജനം തീരുമാനിച്ചു UDFന് വേണമെന്ന്. അങ്ങനെയല്ലേ ബഷീർ മാഷെ? ജനം തീരുമാനിച്ചു, നിങ്ങൾ പറഞ്ഞതും നിങ്ങൾ മുന്നോട്ട് വെച്ചതൊക്കെ ശരിയാണെന്ന്. ആ ശരിക്കൊപ്പം ജനം കൂടെ നിന്നുകൊണ്ടല്ലേ വലിയൊരു വിജയം നിങ്ങൾക്ക് കിട്ടിയത്? തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ 30 വർഷത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം, ആ ഭരണത്തിൽ സഹികെട്ട ജനം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ UDF ഒറ്റക്കെട്ടായി മത്സരരംഗത്ത് വന്നപ്പോൾ തീർച്ചയായും ഈ പെരിന്തൽമണ്ണയിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് UDFന്റെ കൂടെ നിന്നു എന്നുള്ളതാണ് സത്യം. അവര് UDFൽ നിന്ന്, ഈ ഭരിക്കുന്ന UDFൽ നിന്ന് അവർ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും അവരുടെ പ്രതീക്ഷക്കൊത്ത് തന്നെയായിരിക്കും ഞങ്ങൾ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 30 വർഷം അഴിമതിയുടെ ഒരു കൂടായിരുന്നു പെരിന്തൽമണ്ണ നഗരസഭ. അത് ഓരോന്നായിട്ട് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ള ദൗത്യമാണ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളെ ഭരണം തുടങ്ങുന്നത്, ഞങ്ങളെ കൗൺസിൽ തുടങ്ങുന്നത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഇപ്പോൾ എങ്ങനെ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ധവളപത്രം ഇറക്കിയതിന് ശേഷമായിരിക്കും ഞങ്ങൾ പെരിന്തൽമണ്ണയിലെ ഭരണം നടത്തുക. കാരണം ഇവിടെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഇത്ര കോടി രൂപയുടെ കടമുണ്ട്, ജനങ്ങൾക്കറിയില്ല. പക്ഷെ ജനങ്ങളത് അറിയിക്കും. ഇത്ര കോടി ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ അസറ്റ് മുഴുവൻ പണയപ്പെടുത്തിയാണ് ഈ ഇടതുപക്ഷ ഭരണം ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് എന്ന് ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ കോൺട്രാക്ടർമാർ കൊടുക്കാനുള്ള പണം, അതേപോലെ തന്നെ പിരിച്ചെടുക്കാനുള്ള റവന്യൂ, ഇതൊന്നും തിരിഞ്ഞു നോക്കാതെ അഴിമതിയിൽ മാത്രം മുങ്ങിക്കുളിച്ചിട്ടുള്ള ഒരു ഭരണമാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് 90 പ്രവാസികൾ കൂടി ഉണ്ടാക്കിയതാണ് നമ്മുടെ ഇൻഡോർ മാർക്കറ്റ്. 20 കോടി രൂപയാണ് അവരിൽ നിന്ന് കളക്ട് ചെയ്തത്. ആ ഇൻഡോർ മാർക്കറ്റ് ഉണ്ടാക്കാൻ 20 കോടി ആവശ്യമില്ല. പിന്നെ ആ 20 കോടി എവിടെ പോയി, എങ്ങോട്ട് വകമാറ്റി? അത് പരിശോധിക്കപ്പെടണ്ടേ? തീർച്ചയായും അത് പരിശോധിക്കപ്പെടും. ജീവനം പദ്ധതിയില് പാഴ്വസ്തുക്കൾ വിറ്റാൽ ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം വരുമാനം മുനിസിപ്പാലിറ്റിയിലേക്ക് വരേണ്ടതുണ്ട്. 2021 മുതൽ 2025 വരെ 1 രൂപയുടെ വരുമാനമില്ല എന്നാ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പ് നടന്ന ഒരു മാസം ആ ജീവനം പദ്ധതി നേരിട്ട് ഉദ്യോഗസ്ഥന്മാരാണ് നടത്തിയത്. ആ ഉദ്യോഗസ്ഥന്മാർ നടത്തിയപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് 3 ലക്ഷത്തിന്റെ മുകളിൽ പാഴ്വസ്തുക്കൾ വിറ്റ വരുമാനമുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 60 മാസം ഈ പാഴ്വസ്തുക്കൾ വിറ്റ് ആവറേജ് 3 ലക്ഷം വെച്ച് 1,80,00,000 രൂപ അത് എവിടെ പോയി, ഏതൊക്കെ പോക്കറ്റിൽ പോയി, അത് ഞങ്ങൾ അന്വേഷിക്കും. വിജിലൻസിനെ കൊണ്ട് വേണമെങ്കിൽ വിജിലൻസ്, ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് വേണമെങ്കിൽ ക്രൈംബ്രാഞ്ച്, ആരെ കൊണ്ട് വേണമെങ്കിലും അത് അന്വേഷിച്ച്, ജനങ്ങളുടെ പണമാണ്, അത് ഒരുത്തന്റെയും പോക്കറ്റിലേക്ക് പോകാൻ അനുവദിക്കില്ല. ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും, ഈ UDFന്റെ ഈ കൗൺസില് അഴിമതിയില്ലാത്ത ഒരു ഭരണമായി. അഴിമതി നടത്താൻ വേണ്ടിയല്ല, ഒരാളും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൗൺസിലറും ഈ UDFന്റെ ഈ കൗൺസിൽ ഉണ്ടാവുകയില്ല എന്ന് അർദ്ധസംഖ്യത ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും എന്നുള്ള കാര്യം. അതായത് ഇപ്പോ കടക്കിണിയിലായ ഒരു നഗരസഭയിലേക്കാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു ലീഗ് നേതാവ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ കൗൺസിലിൽ ഉണ്ടായിരുന്ന ആള് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത്, എന്താ പറയാ, അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, 10 പൈസ ഇല്ലാത്ത ഒരു ദരിദ്ര വീട്ടിലേക്ക്, 10 പൈസ ഇല്ല, ആ വീട്ടിലേക്കാണ് എല്ലാവരും കൂടി കയറി ചെല്ലേണ്ട ഒരു അവസ്ഥ വരുന്നത്. അവസാനം പിന്നെ എന്തെങ്കിലും ചെലവിന് പൈസ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കയറി ചെല്ലുക. ഇപ്പോ 20 കോടി രൂപ പിരിച്ച് വഴിമാറ്റി ചെലവഴിച്ചു എന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള നഗരസഭയാണ്. പല കാര്യങ്ങളിലും കടം എടുക്കേണ്ടി വരിക, പല നഗരസഭയുടെ പല സംഭവങ്ങളും അത് പണയത്തിലാവുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ഈ കടക്കിണിയിലായ നഗരസഭയിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പദ്ധതികളൊക്കെ എങ്ങനെ പൂർത്തീകരിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞ വളരെ നല്ല കാര്യമാണ്, അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ നല്ല അന്വേഷണം വേണം. അത് നേരത്തെ തന്നെ UDFന്റെ പല നേതാക്കളും പറഞ്ഞിരുന്നു. ഈ ഒരു പൈസ ഇല്ലാതെ ഈ പദ്ധതികൾ എങ്ങനെ പൂർത്തീകരിക്കും? ജനത്തിന്റെ ചോദ്യമാണ്. തീർച്ചയായും ജനങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു രീതിയിലുള്ള
സംശയവും വേണ്ട. കാരണം തൊട്ടടുത്ത ഒരു മുനിസിപ്പാലിറ്റിയാണ് മലപ്പുറം മുനിസിപ്പാലിറ്റി. ആ മലപ്പുറം മുനിസിപ്പാലിറ്റി കേന്ദ്രാവിഷ്കൃത ഫണ്ട്, ടൈഡ് ഫണ്ടും അൺടൈഡ് ഫണ്ടും 500 കോടി രൂപയാണ് ആ മുനിസിപ്പാലിറ്റിയിലേക്ക് കൊണ്ടുവന്നത്. അവിടെയുള്ള ഒരു സ്കൂള് ഉണ്ടാക്കിയ കാര്യം, അവിടെയുള്ള പാർക്ക് ഉണ്ടാക്കിയ കാര്യം, അവിടെ 40 അംഗനവാടിയും AC ആണ്. ആ തരത്തിൽ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള പദ്ധതികൾ. ഇവിടെ പെരിന്തൽമണ്ണയിൽ അത്തരത്തിലുള്ള വിഷൻ ഇല്ല. വിഷന്റെ അഭാവമുണ്ട്, കാഴ്ചപ്പാടില്ല. സ്വപ്നങ്ങൾ കാണണം, അതിനൊപ്പം ആ സ്വപ്നത്തിന്റെ കൂടെ സഞ്ചരിക്കണം. ആ സ്വപ്നത്തിന്റെ കൂടെ സഞ്ചരിച്ചാൽ ഫണ്ട് വരും. ഫണ്ട് ഇല്ലാത്ത ഫണ്ട് ഇവിടെ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയും, ഞങ്ങൾക്ക് കഴിയും. ആ കേന്ദ്രാവിഷ്കൃത ഫണ്ട് കഴിഞ്ഞ പ്രാവശ്യം 2427 കോടി രൂപയാണ് കഴിഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് വിവിധ മുനിസിപ്പാലിറ്റികൾക്ക് നൽകിയിട്ടുള്ളതെന്ന് എനിക്കറിയാം. 2427 കോടി രൂപ പ്രൊജക്ട് കൊടുത്താൽ നഗരവികസനത്തിന്, ഖരമാലിന്യത്തിന്, ദ്രവമാലിന്യത്തിന്, അങ്ങനെയുള്ള പല പദ്ധതികൾക്കും കേന്ദ്രത്തിൽ ഫണ്ടുണ്ട്. ആ ഫണ്ടിന്റെ യഥാർത്ഥമായ പ്രൊജക്ട് ഉണ്ടാക്കി അതിന്റെ കൂടെ പോകണം. ഇവർക്ക് അതിനൊന്നും സമയമില്ല. ഇവർക്കിടെ സമയം ഇവിടെ കിട്ടുന്ന ഊറി വരുന്നത് മുഴുവൻ വീതിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പദ്ധതി. ഇവർക്ക് സ്വപ്നങ്ങളില്ല. സ്വപ്നങ്ങളില്ലാത്ത ഒരു വ്യക്തിക്ക് യാഥാർത്ഥ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല. സ്വപ്നങ്ങളാണ്, ഡ്രീമാണ്. ഡ്രീം പിന്നെ ഡിസയറായി മാറും. ആ ഡിസയർ പിന്നെ ആക്ഷനായി മാറും. ആ ആക്ഷനിലൂടെ ഈ കാര്യങ്ങൾ ഇവിടെ നടക്കും, മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഞങ്ങൾക്ക് അതിന് നേതൃത്വം കൊടുക്കാൻ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു MLA ഉണ്ട്. നജീബ് കാന്തപുരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ MLA മാത്രമല്ല, ഞങ്ങളുടെ സത്യത്തിൽ ഞങ്ങളുടെ ഗോഡ് ഫാദർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, അതിന്റെ കൂടെ ഞങ്ങൾ നിന്നുകൊടുത്താൽ മതി. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, കുറവുകളൊക്കെ സ്വയം പരിഹരിക്കപ്പെടും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. MLA തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇവിടെ എല്ലാവരും ഒരുമിച്ച്, പ്രത്യേകിച്ച് വിവേചനമില്ലാത്ത ഒരു ഭരണം ഉണ്ടാകും, പിന്നെ എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമിച്ച് നിൽക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ മികവ് നിങ്ങൾ പറഞ്ഞ പോലെ പല സ്ഥലത്തും ചെന്നപ്പോൾ പറഞ്ഞായിരുന്നു. ഈ നിയോജകമണ്ഡലം എല്ലായിടത്തും UDF ഒരു വലിയ വിജയം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ പരിശ്രമം, അദ്ദേഹം നടത്തിയ എഫേർട്ട്, പല പരിഹാസങ്ങളും എല്ലാം ഉണ്ടായിട്ടും പുഞ്ചിരി കൊണ്ട് അതിനെ നേരിട്ട് എല്ലായിടത്തും ഓടിയെത്തി എല്ലാവരോടും പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം പല ആളുകളും പറഞ്ഞു, ഒപ്പം ഉണ്ടാകും, ഒപ്പം നിങ്ങളും ഉണ്ടാകണം ഞങ്ങളുടെ കൂടെ എന്ന്. ജനങ്ങൾ അതങ്ങ് വിശ്വസിച്ചു, ഒപ്പം ഉണ്ടായി. ഇനിയിപ്പോ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നൊരു സംഭവം കൂടി ഉണ്ടാവണമല്ലോ. ഈ നഗരത്തിന് വികസനം വേണം. ഈ നഗരം എന്നും ഇങ്ങനെ ആയാൽ പോരാ, മാറ്റം വേണം. കഴിഞ്ഞ ദിവസവും കൂടി MLA ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു നല്ലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഈ നഗരത്തിന് വേണ്ടി ഒരു വലിയൊരു മാസ്റ്റർ പ്ലാനിലൂടെ വികസനം കൊണ്ടുവരാൻ. അങ്ങനെ ഒരു ആശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും. ഞങ്ങള് എവിടെയെങ്കിലും തൊട്ടൊരു വികസനം നടത്തുക എന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. ആ മാസ്റ്റർ പ്ലാനിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുക. ആദ്യം ഞങ്ങൾ ഒരു ധവളപത്രം ഇറക്കും. എന്താണ് ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി എന്നുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഇത്ര രൂപ കടമുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ ഒരാധാരവും മുനിസിപ്പാലിറ്റിയുടെ കയ്യിലില്ല, പല ബാങ്കുകളിലാണ്. ഒരാധാരം പോലും മുനിസിപ്പാലിറ്റിയിൽ കാണാനില്ല. ഞാനിപ്പോ ഇന്ന് തന്നെ ഒരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്താ ലെറ്റർ കൊടുത്തത്? 2021 ആസ്തിയുടെ സ്റ്റേറ്റ്മെന്റും 2025 ആസ്തിയുടെ സ്റ്റേറ്റ്മെന്റും എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ കൗൺസിലർ നിലയ്ക്ക് ലെറ്റർ കൊടുത്തത്. എന്ന് പറഞ്ഞാൽ 2021 ഉണ്ടായിരുന്ന ആസ്തി പലതും 2025 ആയപ്പോൾ ആവിയായി പോയിട്ടുണ്ട്. എവിടെ പോയി ആസ്തികള്? അതെനിക്ക് വ്യക്തമായ വിവരം കിട്ടിയത് കൊണ്ടാണ് അതിന്റെ റെക്കോർഡിക്കലായിട്ട് ആ കടലാസ് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞത്. അത് വരുമ്പോ അതൊക്കെ എവിടെ പോയി എന്നുള്ളതൊക്കെ ജനത്തിന് അറിയേണ്ടി വരും, ജനത്തോട് പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഞങ്ങൾ പറയിപ്പിക്കും. ഒരു സംശയമില്ല കാര്യത്തില്. ഏതായാലും മികച്ച ഒരു ഭരണം നിങ്ങൾക്ക് നടത്താൻ സാധിക്കട്ടെ. കഴിഞ്ഞ 30 വർഷത്തിന് ശേഷം ജനം നിങ്ങളെ തെരഞ്ഞെടുത്തത് ഒരു വലിയ പ്രതീക്ഷയോട് കൂടിയായിരിക്കും. തീർച്ചയായും UDFനെ ജനം തെരഞ്ഞെടുത്തത് ജനത്തിന് UDF മുന്നോട്ട് വെച്ച എല്ലാം ഉൾക്കൊള്ളാൻ കഴിഞ്ഞതും അത് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെന്ന് ജനത്തിന് തോന്നുന്നത് കൊണ്ടായിരിക്കാം. മാറ്റം മാത്രമല്ല ജനങ്ങൾ ആഗ്രഹിച്ചത്. ഈ നാട് ഇങ്ങനെ മാത്രം പോരാ, ഈ പെരിന്തൽമണ്ണ ഇങ്ങനെ പോരാ. ഈ ആശുപത്രികളുടെ നഗരത്തിന് വലിയ വികസനം വേണം, വലിയ പ്ലാനിങ് വേണം, ദീർഘവീക്ഷണം വേണം. ഇതൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാകാം ഈ പെരിന്തൽമണ്ണ ഇങ്ങനെ തന്നെ പോയത്. ആശയങ്ങൾ കൊണ്ട് നേരിടാതെ കുരുട്ടുവിദ്യകൾ കാണിച്ചു എന്ന് കഴിഞ്ഞ ദിവസം ഒരു UDFന്റെ നേതാവ് പറഞ്ഞു. അതൊരു തിരിച്ചടിയായിട്ടുണ്ടാകും ഭരണത്തിൽ നിന്നും പുറത്തേക്ക് പോയവർക്ക്. ഇനി ആശയങ്ങളല്ല, പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകണം. ഈ നാട് വളരണം, നാടിനൊപ്പം വളരണം. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് UDF ഭരണസമിതി ആഗ്രഹിക്കുന്നത്. പക്ഷേ പല സത്യങ്ങളും ജനങ്ങൾ അറിയണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന് ധവളപത്രം ഇറക്കും. കടക്കെണിയിലായത് എങ്ങനെയാണെന്ന് കൃത്യമായി ജനങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു.
അപ്പൊ ജനങ്ങളെ അറിയിക്കാൻ കൂടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും മികച്ച രീതിയിൽ ഒരു ഭരണം നടത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ പിന്തുണയുമായും ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും, മാധ്യമ പ്രവർത്തകരുണ്ടാകും, നാടുണ്ടാകും. ഏറ്റവും നല്ല രീതിയിൽ ഭരണം നടത്തി ഈ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ടും തുടരാൻ ഒരുപക്ഷെ ജനങ്ങൾ വീണ്ടും നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമായാൽ അത് നിങ്ങളുടെ വികസനമാകും. അത് പ്രധാന കാരണമെന്ന് കൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. എല്ലാവർക്കും UDF-ലെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് ജനം തെരഞ്ഞെടുക്കട്ടെ എന്നല്ലേ. നിങ്ങളെ തെരഞ്ഞെടുത്തത് വലിയ പ്രതീക്ഷയോടെയാണ്. അപ്പൊ ജനങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ അസ്ഥാനത്താക്കില്ലെന്ന് അവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവും. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്ന ഭവനങ്ങൾ പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 18 നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത 2 and 3 ബെഡ്റൂം ഭവന സമുച്ചയം. അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ. പെൻഡിം ഹാർമണി ഹൈറ്റ്സ്, urban elegance, elevated living. പെരിന്തൽമണ്ണ, മലപ്പുറം. പെൻഡിം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, കാലിക്കറ്റ്, ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ.